അപ്രതീക്ഷിത വിജയമാണല്ലോ BJP നേടിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുക? അല്ല, അപ്രതീക്ഷിത വിജയം എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെൻറ്റിലേക്ക് ഒരു MPയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തി. അതിനടുത്ത് തന്നെ 2-ാം സ്ഥാനത്തും വന്നു. അങ്ങനെ 22ഓളം സീറ്റുകളിൽ അല്ലെങ്കിൽ 2 ഡസനോളം സീറ്റുകളിൽ ആഞ്ഞു പിടിച്ചാൽ അടുത്ത തവണ ജയിക്കാൻ കഴിയും എന്ന ഒരവസ്ഥയിലാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷം മുമ്പ്, കഷ്ടിച്ച് 1.5 വർഷം ആയിട്ടില്ല, അവരുടെ പ്രോഗ്രസ് കാർഡ് കാണിച്ചത്. ഒരു വലിയ മാറ്റം. കാരണം ഏതാണ്ട് 20% BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. അവിടെ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായിരുന്ന KS സുരേന്ദ്രൻ്റെ കാലത്ത് ലഭിച്ച വലിയ ജനപിന്തുണ, അതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ ജനപിന്തുണയെ അതേ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ വിജയമെന്ന് പറയാതെ പറ്റില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴത്തേക്കും നേരെ മലയാളം പറയാൻ അറിയാത്ത ഒരാൾ, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുമായി വലിയ ബന്ധമില്ലാത്ത ആൾ, സംഘത്തിൻ്റെ പ്രവർത്തകരുമായി RSSൻ്റെയും മറ്റ് പരിവാർ കുടുംബങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത, അവിടെ ഒന്നും പ്രവർത്തിച്ച് ശീലമില്ലാത്ത ഒരാൾ. മാത്രമല്ല അദ്ദേഹം ചില ആളൊക്കെ പറയുന്നത് വലിയൊരു മുതലാളി വന്നിട്ട് കേരളത്തിലെ BJP പാർട്ടി അങ്ങ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ക്യാമ്പയിനൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. BJPയുടെ ശത്രുക്കൾ, മാധ്യമങ്ങളൊക്കെ ഒരു മുതലാളി വന്നിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുതലാളി വന്ന് ഒരു പാർട്ടിയെ നയിക്കാൻ പോകുന്നത്, ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ച് ചില ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. BJPയിലെ ചില ആളുകളെങ്കിലും കുറച്ച് പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കുമെന്നറിയാൻ കൗതുകത്തോടെ കാത്തിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെ ഒരു ജനകീയ നേതാവാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചാൽ ജനങ്ങൾ അറിയുന്ന നേതാവാണ്, ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവല്ല. ശരിയാണ്, അത് വ്യത്യാസമുണ്ട്. ജനങ്ങൾ അറിയുന്ന നേതാവും ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവും എന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവൊന്നുമല്ല, IRS ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് അഴിമതിക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലുണ്ടായ ഈ 2G സ്കാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സമരത്തിലൊക്കെ പങ്കെടുത്ത് ഡൽഹിയിൽ സമരത്തിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ അറിയപ്പെട്ട് ജനങ്ങൾ അറിഞ്ഞ നേതാവാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ തന്നെ. അദ്ദേഹം ഇന്ത്യ അറിയുന്ന ഒരു ടെക്നോക്രാറ്റാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഏറ്റെടുത്ത സംരംഭങ്ങൾ BPL മൊബൈൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു IT പ്രൊഫഷണൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ മികവുകളാണ്. ആ പ്രൊഫഷണൽ മികവിനെ എങ്ങനെ രാഷ്ട്രീയമായി കേരളത്തിൽ BJP അധികാരത്തിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ BJP അദ്ദേഹം ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അതിവേഗം വളരുന്ന പാർട്ടി BJP ആണ്. കാരണം BJPയെ സംബന്ധിച്ച് BJP വോട്ട് ചെയ്യുന്ന ആരാ? മഹാഭൂരിപക്ഷം BJPയുടെ വോട്ടർമാരിൽ ഒരു 98% ഹിന്ദു വോട്ടർമാരാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ ഹിന്ദുക്കൾ ഏതാണ്ട് 50% ഉള്ളൂ. അപ്പോൾ 50% വരുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് BJPക്ക് വോട്ട് കിട്ടുന്നത്. അപ്പോൾ BJPക്ക് 20% ടോട്ടൽ വോട്ട് ഷെയർ കിട്ടിയെന്നാൽ അത് 100% വരുന്ന കേരള പോപ്പുലേഷനിൽ നിന്നല്ല. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയായ 50% വരുന്ന ഹിന്ദുക്കളുടെ വോട്ടിൽ നിന്ന് 20% BJP കിട്ടുന്നത്. അത് 100% നോക്കിയാലോ, 100% ആയിട്ട് കൂട്ടിയാൽ 20 എന്നുള്ള 40% വരും അല്ലേ? ടെക്നിക്കലി, സാങ്കേതികമായിട്ട് അങ്ങനെ വരും. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 40% വോട്ട് ഷെയർ ഉള്ള പാർട്ടി, 40% ഫിഗർ വൈസ് ഇല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ ജനസംഖ്യയുടെ 50% വരുന്ന ഹിന്ദു വോട്ടർമാരിൽ നിന്നാണ് 20% വോട്ട് കിട്ടുന്നത്. അത് 100 കണക്കാക്കിയാൽ 40% എന്ന് കണക്കാക്കാം. 40% വോട്ട് ഷെയർ ഉണ്ട് BJPക്ക് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ മറ്റ് പാർട്ടികൾക്ക് അങ്ങനെയല്ല. മറ്റ് CPMനാവട്ടെ കോൺഗ്രസ്സിനാവട്ടെ കേരള ജനസംഖ്യയുടെ മൊത്തം, അതായത് 100% നിന്നാണ് 25, 30, 40% വോട്ട് ഷെയർ കിട്ടുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ആരാ? BJP ആണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടി ആരാ? BJP ആണ്. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ വോട്ടുകൾ സ്കാറ്റേഡാണ്. BJP വോട്ടുകൾ സ്കാറ്റേഡായി നിൽക്കുന്നു എന്നതാണ് BJPയുടെ ഒരു പരാജയം. ഈ സ്കാറ്റേഡായി നിൽക്കുന്ന വോട്ടുകളെ എങ്ങനെ ഫോക്കസ്ഡ് ആക്കാം എന്നുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. കാരണം അതിനകത്ത് നിയമപരമായ ഒരു തെറ്റുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒരുപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്, ഇറ്റ്സ് ആൻ എഞ്ചിനീയറിംഗ്, ഒരു എഞ്ചിനീയറിംഗ് പ്രവർത്തനം തന്നെ, സാമൂഹ്യ എഞ്ചിനീയറിംഗ് ആണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് BJPയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പല മീറ്റിങ്ങുകളും, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൻ്റെ പല ഭാഗത്തും നടന്ന മീറ്റിങ്ങുകൾ ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന പോലെയുള്ള മീറ്റിങ്ങുകളായിരുന്നു. അതായത് സ്ലൈഡ് ഷോ ഒക്കെ നടത്തി
പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് സ്ക്രീനിൽ ഡാറ്റയും ഫിഗറുകളൊക്കെ കാണിച്ച് ആളുകളെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകൾ എനിക്കൊന്ന് മണ്ഡലാടിസ്ഥാനത്തിൽ വരെ നടന്നിട്ടുണ്ട്. ആളുകളെയൊക്കെ അവർക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നു, അതിൻ്റെ റിസൾട്ടുകൾ വാങ്ങുന്നു. അങ്ങനെ വളരെ മെക്കാനിക്കലായി വളരെ യാന്ത്രികമായി ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിശ്ചലമായ പ്രവർത്തനമൊന്നുമല്ല. അത് വളരെ വികാരങ്ങളില്ലാത്ത പ്രവർത്തനം. യന്ത്രങ്ങൾക്ക് വികാരമില്ലല്ലോ. അങ്ങനെയല്ല, വളരെ മെക്കാനിക്കലായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ മെക്കാനിക്കലായിട്ട് വേണം. നമ്മൾ പറയില്ലേ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന്. CPM-ൻ്റെ ഒരു മെഷീനറി അങ്ങനെയാണ്. CPM-ൻ്റെ ഒരു മെഷീനറി എന്ന് പറഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതാണ്. അത്തരത്തിലേക്ക് BJP-യെ മാറ്റിയെടുക്കുക. BJP ഒരു കേഡർ പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കേഡർ സ്വഭാവം BJP പലപ്പോഴും ചിലയിടത്തെങ്കിലും കാണിക്കാറില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പല സ്ഥാനാർത്ഥികളും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഒരൊറ്റയാൾ തിരിഞ്ഞു നോക്കാനില്ല, പൈസയില്ല, കൂടെ വരാൻ ആളുകളില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ഇനിയും സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് സുരേന്ദ്രൻ എത്തിച്ചതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ്റെ കാലത്ത് ഒരു MP ഉണ്ടാക്കാൻ പറ്റി, 11 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടാനായി, അതിനടുത്ത മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രസ് റെക്കോർഡിൽ നിന്ന് മുന്നോട്ട് പോകുന്ന തരത്തിൽ തന്നെയാണ് BJP ഇപ്പോൾ നിൽക്കുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു. പിന്നെ രാഷ്ട്രീയ കാലാവസ്ഥയും അനുകൂലമായിരുന്നു. അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു 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 ഹിന്ദു ഉണർവുണ്ടല്ലോ. ഹിന്ദു ഉണർവല്ല, ഹിന്ദുവിൻ്റെ മനസ്സിലൊരു പകയുണ്ട്. ഞങ്ങളുടെ പരമപവിത്രമായ ശബരിമല ക്ഷേത്രത്തെ ആക്ഷേപിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത് പിണറായി സർക്കാർ, CPM. അതേ CPM-കാർ ഇപ്പോൾ വീണ്ടും ഭഗവാന്റെ പവിത്രമായ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു. അതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, CPM-ൻ്റെ സമുന്നത നേതാക്കന്മാരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ തിരിച്ചറിവും വലിയൊരു പകയുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് BJP-ക്ക് ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? രാഷ്ട്രീയം അല്ലെങ്കിൽ പെണ്ണ് കേസ്. കേരള രാഷ്ട്രീയത്തിൽ ഏത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു അവതാരം മുന്നോട്ട് വന്നിട്ട് ഒരു പെണ്ണ് കേസ് വരും. ഇത്തവണയും വന്നു. പക്ഷേ BJP ഇങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെ അനാശാസ്യ കഥകളുമായിട്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും വന്നിട്ടില്ല. ഇത്തവണ BJP മുന്നോട്ട് വെച്ചാൽ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, BJP അധികാരത്തിൽ വന്നാൽ തിരുവനന്തപുരത്ത് ഒളിമ്പിക് നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം കൊണ്ടുവരും. ഉടനെ ഈ ശിവൻകുട്ടി എന്നൊക്കെ പറയുന്ന 5 പൈസയുടെ വിവരമില്ലാത്ത ഈ മന്ത്രി എന്തിന്, ഇത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പല്ലേ, ഇതിനകത്ത് എന്തിനാ ഒളിമ്പിക്സ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റേഡിയം എന്തിനാ, അത്രയും അന്താരാഷ്ട്ര, അതൊക്കെ ചുമ്മാ ഈ രാജീവ് ചന്ദ്രശേഖറിന് വിവരമില്ലാത്തതുകൊണ്ട് പറയാം. അങ്ങനെയല്ല, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരത്ത് നോക്കൂ. ഈ കേരളത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ എവിടെ നടക്കുന്നത്? കൊച്ചിയിലാണ് നടക്കുന്നത്, അല്ലേ? കൊച്ചിയിലാണ് അതിന് പറ്റിയ ഒരു സ്റ്റേഡിയം ഉള്ളത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ കൊച്ചിക്കാരെ ഞാൻ വില കുറച്ച് കാണില്ല, കൊച്ചിയുടെ അവസരം നഷ്ടപ്പെടാൻ വേണ്ടിയും പറയുന്നതല്ല. കൊച്ചി മാത്രമേ ഒരു സ്പേസ് ഉള്ളൂ. മറ്റൊരു സ്പേസ് കൂടെ ഉണ്ടാക്കി അന്താരാഷ്ട്ര മത്സരങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ ഒക്കെ തിരുവനന്തപുരത്തും നടന്നാൽ തിരുവനന്തപുരത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഉൾപ്പെടെ ഉണ്ടാവുന്ന, തിരുവനന്തപുരത്തിൻ്റെ പ്രശസ്തിക്കുൾപ്പെടെ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം നമ്മൾ നോക്കൂ, അന്താരാഷ്ട്ര തലത്തിൽ തിരുവനന്തപുരം, കൊച്ചി, ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ ഏതിനാണ് ലോകത്ത് കൂടുതൽ ആൾ അറിയപ്പെടുന്നത്? കൊച്ചിയാണ്. കാരണം കൊച്ചിക്കാണ് അത്ര ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലുള്ള കൊച്ചിക്കാണ്. അത് തിരുവനന്തപുരത്തൂടെ വരണമെന്നൊരു കോർപ്പറേഷൻ ഇലക്ഷനിൽ BJP-യുടെ അധ്യക്ഷൻ പറയുമ്പോൾ അതിനെ പരിഹസിക്കാനാണ് വിവരം കെട്ട ഈ സുരേഷ് ഗോപിയുടെ ഭാഷയെ പറഞ്ഞ മാക്രിക്കൂട്ടത്തിന് കഴിയുക. മാർക്സിസ്റ്റുകാർക്ക് അതിൻ്റെ പിന്നിലെ കെണി മനസ്സിലായില്ല. കാരണം തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര നിലത്തിലുള്ള ഒളിമ്പിക് സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റേഡിയം വന്നാൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറും. ആ മുഖച്ഛായ മാറ്റാനുള്ള ഒരു ശ്രമം BJP മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ അപഹസിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ പരമ്പരാഗതമായ കൂപമണ്ടുക മനോഭാവത്തിൻ്റെ കാര്യമാണ്. അതൊരു വിഷനാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ചെറുപ്പക്കാർ ആലോചിക്കുക, നമ്മുടെ സ്റ്റേഡിയം ഒരു ഒളിമ്പിക് സ്റ്റേഡിയം പോലെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഇവിടെ എത്രമാത്രം മത്സരങ്ങൾ വരും, നമുക്കിതെല്ലാം കാണാൻ പറ്റും, നമ്മൾ വണ്ടി കയറി കൊച്ചിക്ക് പോകണ്ട. അപ്പോൾ മാത്രമല്ല, അത് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം തരത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് മുതൽ ഓട്ടോറിക്ഷക്കാർക്ക് അങ്ങനെ എല്ലാ ആളുകൾക്കും വരുമാനം കൂടും. അപ്പം തിരുവനന്തപുരംകാരുടെ ജീവിത രീതി ആകെ മാറും. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് ഞങ്ങൾ വന്നാൽ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ, അതായത് 1.5 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമല്ലേ? തിരുവനന്തപുരം ഞങ്ങൾക്ക് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ ഭരണം
BJP കിട്ടിയാൽ അതൊരു പ്രസ്റ്റീജിയസ് വിജയമാണ്. അതുകൊണ്ട് കേരളമാകെ കാണാൻ പോകുന്ന തിരുവനന്തപുരത്ത് BJP എന്ത് ചെയ്യുന്നുള്ളൂ അതിനുള്ള പദ്ധതി ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഒരു പുതിയ ദിശാബോധം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. രാഷ്ട്രീയമല്ല, ചീഞ്ഞ രാഷ്ട്രീയമല്ല, പെണ്ണുകേസല്ല, അഴിമതി ആരോപണമല്ല, വികസനം വികസനം വികസനം. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് ഇപ്പോൾ നമ്മുടെ സുജിത് ഭക്തനെ പോലെയൊക്കെയുള്ള വ്ളോഗർമാർ അല്ലേ, അവർ കേരളം വിട്ട് യാത്ര നടത്തുന്നു. യാത്ര നടത്തിയിട്ട് അവർ 6 വരിപ്പാത 8 വരിപ്പാത വലിയ നഗരങ്ങളിൽ, ഇൻഡോർ അടക്കമുള്ള നഗരങ്ങളിൽ, ഇന്ത്യയിലെ നഗരങ്ങളിലുള്ള സൗകര്യങ്ങൾ, ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇവർ വീഡിയോകളിലൂടെ കാണുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ അങ്ങനെ ഒന്ന് കാണാം. നമുക്കൊരു ഫ്ലൈ ഓവർ ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? ആകെയുള്ള ഒരു പാലാരിവട്ടം പാലമുണ്ട്. പിന്നെ ഞാനൊരിക്കൽ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി കാറിൽ യാത്ര ചെയ്യും. അതേ ഒരു വലിയ വ്യവസായിയൊക്കെയാണ്, പ്രവാസി വ്യവസായമാണ്. ലോകത്ത് 10-80ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിലൂടെ ഞാൻ തൃശ്ശൂർ പോവാണ്. അപ്പോൾ ആലുവ കഴിഞ്ഞപ്പോൾ ആലുവ ആ റൂട്ടിൽ സഞ്ചരിച്ച് ഇരിക്കുന്നവർക്ക് അറിയാം. അവിടെ ആലുവയിൽ പുളിഞ്ചോട് എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി. ഇപ്പോൾ പുള്ളിയോട് ലോകത്തിലൊരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കാൻ പോവാം. പുളിഞ്ചോട് ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൽ നമ്മൾ ഫ്ലൈ ഓവർ കയറുന്നു. സിഗ്നലിൽ നിന്ന് ഫ്ലൈ ഓവർ കയറിയിട്ട് നമ്മൾ ഇറങ്ങുന്ന അടുത്ത സിഗ്നലിലേക്ക്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, ലോകത്ത് 78-80 രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ട് ഇങ്ങനൊരു ഫ്ലൈ ഓവർ കണ്ടിട്ട് ഒരു സിഗ്നലിൽ അവിടെ നിന്ന് ആരംഭിക്കുന്നു, അടുത്ത സിഗ്നലിൽ പോയി ഇറങ്ങുന്നു. അതായത് ഇവിടെ ഈ ഫ്ലൈ ഓവർ കയറണമെങ്കിൽ സിഗ്നലിൽ 5 മിനിറ്റ് കിടക്കണം. ഈ ഫ്ലൈ ഓവർ കയറി അപ്പുറത്തിറങ്ങിയാൽ അടുത്ത സിഗ്നലിൽ 5 മിനിറ്റ് കിടക്കും. പിന്നെ എന്തിനായിരുന്നു ഫ്ലൈ ഓവർ? സിഗ്നലുകൾ മറികടന്ന് നിർബാധം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാവും. കേരളത്തിൻ്റെ വികസനം ഇങ്ങനെയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയാൽ നമുക്കിവിടെ റോഡല്ല, ഏരിയൽ റോഡുകളുണ്ട് അല്ലേ, ഫ്ലൈ ഓവറുകൾ. എത്ര ഫ്ലൈ ഓവറുകളാണ് ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ വികസനമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ പൊളിയാത്തൊരു പാലം ഉണ്ടെങ്കിൽ ആലുവയിൽ മാർത്താണ്ഡ പാലം മാത്രമേ ഉള്ളൂ, രാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. കേരളത്തിൽ എന്താ ഉള്ളത്? കേരളത്തിൽ ലുലു എടുത്ത് കാണിക്കാനും കേരളത്തിൽ എന്താ ഉള്ളത്? കേരളം ഇങ്ങനെ കിടന്നാൽ കേരളം എന്നും ഉപഭോക്തൃ സംസ്ഥാനമായിരിക്കുക. നമ്മൾ വികസനം കാണാൻ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കണ്ടുപിടിച്ച് നോക്കിയിരിക്കുക. ഇങ്ങനെ കേരളം എത്ര കാലം കഴിയണം? ഇപ്പോൾ രാഷ്ട്രീയ തിമിരത്തിന്, രാഷ്ട്രീയ അടിമത്തിന് അടിപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു വികസനത്തിൻ്റെ അജണ്ട വെക്കുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ കേന്ദ്രത്തിലൊരു സർക്കാരുമുണ്ട്. അങ്ങനെ BJPക്ക് കേരളത്തിൽ അവസരം തന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെയും മാറ്റിയെടുക്കാം എന്നുള്ള രാഷ്ട്രീയം പറയുന്ന ഏക പാർട്ടി അത് BJP ആണ്. അത് രാജീവ് ചന്ദ്രശേഖർ അത് പറയുമ്പോൾ അദ്ദേഹം ഒരു വിജയിച്ച മാതൃകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിൽ തന്നെ ഒരു രാജീവമുണ്ട്. രാജീവൻ താമരയാണ്. താമര ചന്ദ്രശേഖരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും താമര ചന്ദ്രശേഖരനായ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡൻഷ്യൽ സെലക്ഷൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മിന്നുന്ന വിജയമാണ്. ഇത് കേരളം പിടിക്കാനുള്ള BJPയുടെ യാത്രയുടെ ഗതിവേഗം കൂട്ടും. ഞാൻ കണക്കാക്കുന്നു നമ്മളൊക്കെ വലിയ കാലതാമസം കൂടാതെ BJP കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ കക്ഷിയായി കേരളത്തിലെ നിയമസഭയിൽ 2-3 കൈകൾ കൊണ്ട് എണ്ണിയാലും തീരാത്ത MLAമാരുമായി BJP ഇരിക്കുന്ന കാഴ്ച കേരളം കാണുന്നതിനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ നാന്ദി കുറിച്ചത് സുരേന്ദ്രനാണെങ്കിൽ ആ യാത്രയ്ക്ക് ആക്സിലേറ്റർ കൊടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. എല്ലാ ആശംസകളും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷന് നമുക്ക് നേർന്നേ പറ്റുള്ളൂ. കാരണം കേരളം കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത ഒരു പുതിയ വികസനത്തിൻ്റെ രാഷ്ട്രീയം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചതിൻ്റെ സമ്മാനം ജനങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും BJPക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ അംഗങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്നു എന്നത് വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് പാർട്ടിക്ക്.